ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സയൻസിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ ഒന്നാമത്തെ പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം കണ്ടതിന് ശേഷം ഈ സെക്കൻഡ് പാർട്ട് കാണുക. ആസിഡ് എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നു. ആസിഡ്സ് ഈസ് ദ ലാറ്റിൻ വേർഡ് ഫോർ സോർ ടേസ്റ്റ്. ദ ടേം ആസിഡ് ഈസ് ഡിറൈവ് ഫ്രം ദീസ്. ലാറ്റിൻ വേർഡായിട്ടുള്ള ആസിഡസ് എന്നുള്ളൊരു വേർഡിൽ നിന്നാണ് ആസിഡ് എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫോർ സോർ ടേസ്റ്റ്, പുളി രുചിയുള്ള എല്ലാത്തിനെയും കൂടെ പറയുന്ന പേരാണ് ആസിഡസ് എന്നുള്ളത്. ദ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ഏതൊക്കെ വസ്തുക്കളാണ്, ഏതൊക്കെ പദാർത്ഥങ്ങളാണ് നീല ലിറ്റ്മസിനെ റെഡാക്കുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പുളി രുചിയുള്ളതെല്ലാം എന്താ, സോർ ടേസ്റ്റ് ഉള്ളതെല്ലാം ആസിഡ് ഉള്ളതാണ്. ആസിഡ് കണ്ടൻ്റാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. You have tested and found out some substances that turn blue litmus red. Which among the following substances can be turned blue litmus red? List them. ഇവിടെ കുറച്ച് പദാർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഓറഞ്ച് ജ്യൂസ്, റൈസ് സൂപ്പ്, ബ്ലാക്ക് ടീ, ബിൽബി, ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, കോക്കനട്ട് വാട്ടർ. ഈ വസ്തുക്കളിൽ ഏതെല്ലാമാണ് നീല ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുക എന്ന് ചോദിക്കുന്നത്. നീല ലിറ്റ്മസിനെ റെഡാക്കി നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? ആസിഡാണ് നീല ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന വസ്തുക്കളുടെ എല്ലാം നമുക്ക് രുചി നോക്കാം. ഓറഞ്ച് ജ്യൂസിൻ്റെ രുചി എന്താ? പുളി കലർന്നാണ് അല്ലേ, പുളി ഉള്ളിൽ കലർന്ന ഒരു മധുരമാണ്. റൈസ് സൂപ്പാണെങ്കിലും നല്ലൊരു പുളി രസമുണ്ട്. ബ്ലാക്ക് ടീ, ബിലിമ്പി, അതായത് ഇരുമ്പം പുളി. ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, കോക്കനട്ട് വാട്ടർ. ഇതിലെല്ലാം എന്തൊക്കെയാണ്, ഏതൊക്കെ ആസിഡുകളാണ് കലർന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓറഞ്ച് ജ്യൂസിലുള്ള ആസിഡ് എന്ന് പറഞ്ഞാൽ സിട്രിക് ആസിഡും ചെറിയൊരളവിൽ മാലിക് ആസിഡ് ഉണ്ട്. റൈസ് സൂപ്പിൽ, ഫ്രഷ് റൈസ് സൂപ്പെല്ലാം അത് കുറച്ച് പഴകുമ്പോൾ അതിനൊരു പുളിരസം വരില്ലേ, അപ്പോൾ അതിൽ ടാനിക്കാണ്. ബ്ലാക്ക് ടീയിൽ നമുക്കറിയാം പുളിരസം ഇല്ല, പക്ഷെ അതിൽ ചെറിയൊരു അളവിൽ എന്തുണ്ട്, ആസിഡ് കണ്ടൻറ്റ് ഉണ്ട്. ആ ആസിഡിൻ്റെ പേരാണ് ടാനിക്ക്. ഇരുമ്പം പുളിയിലുള്ളത് ഒക്സാലിക് ആസിഡ്, ഗ്രേപ്പ് ജ്യൂസിലുള്ളത് ടാറ്റാറിക് ആസിഡ്, ടൊമാറ്റോ ജ്യൂസിലുള്ളത് ഓക്സാലിക് ആസിഡാണ്. പിന്നെ കോക്കനട്ട് വാട്ടർ, ഫ്രഷ് കോക്കനട്ട് വാട്ടർ ആൽക്കലൈൻ ടേസ്റ്റ് ആണ് എങ്കിൽ കൂടിയും അത് കുറച്ച് നേരം വെക്കുമ്പോൾ നമുക്കതൊരു പുളിരസം വരും. അതിനുള്ള കാരണം ലോറിക് ആസിഡാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന വിഭവങ്ങളിലല്ലാണ്ടല്ല നല്ല രീതിയിലുള്ള ആസിഡിൻ്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത് കൂടാതെ കുഞ്ഞു അളവിൽ വേറെ ആസിഡുകളുണ്ട് കേട്ടോ. ഇവിടെ കൊടുത്ത 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇൻ മൈ ഒപ്പീനിയൻ ലിക്വിഡ്സ് ദാറ്റ് ക്യാൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. ആസിഡിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഇനി ആസിഡ്സ് ഇൻ ഫുഡ് ഐറ്റം. ഓൾ ഫുഡ് ഐറ്റം വിച്ച് സോ ടേസ്റ്റ് ഹാവ് ആസിഡ് ഇൻ ദം. നമുക്കറിയാം സോർ ടേസ്റ്റ് ഉള്ളതെല്ലാം എന്താണ്, ആസിഡാണ് അതിലുള്ളതെന്ന് അറിയാം. മോസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് കണ്ടെയ്ൻ മോർ ദാൻ 1 ആസിഡ്. കൂടുതൽ ഫ്രൂട്ട്സ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് കൂടാതെ വേറെയും കുറച്ച് ആസിഡുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് സം ആസിഡ്സ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റം. ഫുഡ് ഐറ്റത്തിലുള്ള ആസിഡുകളാണ് നോക്കാം. നമുക്ക് സാധാരണ പരിചയമില്ല. ബട്ടർ മിൽക്ക്, കേർഡ്, ഇതിലൊക്കെ ഉള്ളത് മോരിലും തൈരിലൊക്കെ ഉള്ളത് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. വിനിഗറിലുള്ളത് അസിറ്റിക് ആസിഡ്, ലെമൺ സിട്രിക് ആസിഡ്, ടാമറിൻഡ് പുളിയിൽ എന്താ ഉള്ളത്? ടാറ്റാറിക് ആസിഡ്. ആപ്പിൾ മാലിക് ആസിഡ്. ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ നെല്ലിക്കുള്ളത് അസ്ബോർഗ് ആസിഡ്. ടൊമാറ്റോയിലെ ഓക്സാലിക് ആസിഡാണ്. നമുക്കറിയാം വൈറ്റമിൻ, നമ്മൾ ഗൂസ്ബെറി നെല്ലിക്കയിൽ പുളിരസമാണ് അല്ലേ. ആ പുളിരസത്തിന് കാരണം അപ്പോൾ എന്തായിരിക്കാം? നമ്മൾ നെല്ലിക്കയിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ട്. ഏത് ആസിഡാണ് ഉള്ളത് അതിൽ? അസ്കോർബിക് ആസിഡ്. അപ്പോൾ വൈറ്റമിനോടൊപ്പം തന്നെ അതിൽ എന്തുണ്ടെന്നാണ് പറയണത്? ആസിഡും ഉണ്ട്. ഇനി വെൻ മിൽക്ക് കർഡ്, എങ്ങനെയാണ് പാല് പോയിട്ട് തൈരായിട്ട് മാറുന്നത്? കർഡ് ഈസ് എ ഫുഡ് പ്രൊഡക്റ്റ് മെയ്ഡ് ഫ്രം മിൽക്ക് അല്ലേ. പാലിൽ നിന്നാണ് തൈര് ഉണ്ടാക്കുന്നത്. രണ്ടിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? രണ്ടും വ്യത്യസ്തമാണ്. തൈരാകുമ്പോൾ നല്ല പുളിയായിരിക്കും. പാലിൽ പുളിയുണ്ടോ? പുളിയില്ല. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സോർ ടേസ്റ്റ് ഓഫ് കർഡ്? അപ്പോൾ ആ തൈരിലുള്ള അല്ലെങ്കിൽ ആ മോരിലുള്ള പുളിരസത്തിനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? അതിൽ ആസിഡിക് ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് പാല് മാറി ആസിഡ് കണ്ടൻറ്റ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ഡസ് മിൽക്ക് ടേൺ ആസിഡിക് വെൻ ഇറ്റ് ബിക്കം കേർഡ്? എങ്ങനെയാണ് തൈരായി മാറുന്നത്?
We have added little curd to the milk which is boiled and cooled in order to turn into curd. നമ്മളറിയാം എങ്ങനെയാണ് പാല് തൈരാക്കണത്. പാല് നന്നായി തിളപ്പിച്ച് തണുപ്പിച്ച ശേഷം അതിൽ കുറച്ച് നമ്മൾ എന്താ ചെയ്യുക, തൈര് ഒഴിച്ചു കൊടുക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ ആ പാല് മൊത്തം എന്തായി മാറും, എല്ലാം ഒരേ ടേസ്റ്റുള്ള തൈരായി മാറുകയാണ്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ദ കേർഡ് കണ്ടെയ്ൻ എ ബാക്ടീരിയ കാർഡ് ലാക്ടോബാസിലസ്. ലാക്ടോബാസിലസ് എന്ന് പറയുന്നൊരു ബാക്ടീരിയ നമ്മളുടെ കേർഡിലുണ്ട്. ഇത് നമ്മൾ പാലിൽ ഒഴിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ ദ ലാക്റ്റിക് ആസിഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദീസ് ബാക്ടീരിയ നൗറിഷസ് ദംസെൽസ് വിത്ത് ദ മിൽക്ക് ഗീവ് കേർഡ് ഇറ്റ്സ് സോ ടേസ്റ്റ്. അല്ലേ, വളരെ പെട്ടെന്ന് തന്നെ ഈ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ പെട്ടെന്ന് ഇരട്ടിച്ച് അതിൽ മൊത്തം പെരുകും. അങ്ങനെയാണ് അത് മുഴുവൻ എന്തായിട്ട് മാറുക, കേടായിട്ട് മാറുന്നത്. അപ്പോൾ പാല് പുളിച്ച് തൈരാകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയുടെ പേരെന്താണ്, ലാക്ടോബാസിലസ്. അതിലടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് എന്താ, ലാക്റ്റിക് ആസിഡ്. ദ ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻ ലബോറട്ടറി. ആസിഡ്സ് ഇൻ ഫുഡ് ഐറ്റംസ് ആർ വീക്ക്. അറിയാം, നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങളിലുള്ള ആസിഡ് എന്ന് വളരെ കുഞ്ഞ ആസിഡാണ്. അതിന് അത്ര പവറൊന്നും ഉണ്ടാവില്ല, വീക്കായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യത്തെ അത്ര പെട്ടെന്ന് ബാധിക്കാത്തത്. ബട്ട് മെനി ആസിഡ്സ് ആൻഡ് ബേസ് കോമൺലി യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് ആർ സ്ട്രോങ്. പക്ഷേ പരീക്ഷണശാലകളിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡുകളും ബേസുകളും എന്ന് പറയുന്നത് എന്താ, വളരെ സ്ട്രോങ് ആയിട്ട് ശക്തിയേറിയതാണ്. അതെങ്ങാനും നമ്മുടെ മേത്ത് തട്ടുകയോ നമ്മൾ കഴിക്കുകയോ ചെയ്ത് നമുക്ക് നമ്മുടെ ജീവനെ തന്നെ അത് ഭീഷണിയായിട്ട് വരാറുണ്ട്. ലെറ്റസ് ഫെമിലിയർ വിത്ത് സം ആസിഡ്സ് ആൻഡ് ബേസ് യൂസ് ഇൻ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ആസിഡുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആസിഡും ബേസും ലബോറട്ടറികൾ ഉപയോഗിക്കുന്ന ആസിഡുകളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ് തുടങ്ങിയവ. ബേസുകളാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതായത് ചുണ്ണാമ്പ്, ലയം, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവ. ദ ആസിഡ് സ്പിൽ കോസസ് ഐ ഇഞ്ചറി. ആസിഡ് വീണ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു, കണ്ണിന് അപകടത്തിൽപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഫുഡ് ഐറ്റത്തിലല്ലാതെ നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡുകളും ബേസുകളും സ്ട്രോങ് ആണ്. അത് നമ്മുടെ മേൽ തട്ടുകയാണെങ്കിൽ നമുക്ക് അപകടം പറ്റും. അതായത് പൊള്ളാനും ഇഞ്ചുറി വരാനും സാധ്യതയുണ്ട്. വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് വി ടേക്ക് ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് വൈൽ ഹാൻഡ്ലിങ് കെമിക്കൽസ്. ഈ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അപകടം പറ്റാനുള്ള സാധ്യത വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്സ്. നമ്മളുടെ ബോഡിയിൽ അത് തട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം. തട്ടിക്കഴിഞ്ഞാൽ അവിടെ പൊള്ളലേൽക്കും. ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്. നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇടാതെ ഒന്നും തൊടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് സ്മെൽ. മണത്ത് നോക്കരുത്. ഡോണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കരുത്, രുചിച്ച് നോക്കരുത്. യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം എ ബോട്ടിൽ. ഒരു ബോട്ടിൽ നിന്ന് നമ്മൾ ആസിഡോ ബേസ് എടുക്കുമ്പോൾ യൂസ് ചെയ്യേണ്ടത് ഒരു ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് വേണം അതിൽ നിന്ന് എടുക്കാൻ. യൂസ് ഹോൾഡർ വൈൽ യൂസിങ് ടെസ്റ്റ് ട്യൂബിൽ ഹോൾഡറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് എടുക്കുന്ന സമയത്ത് തന്നെ സെപ്പറേറ്റ് ഹോൾഡർ യൂസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അതല്ലെങ്കിൽ ഇവർക്ക് എന്തുണ്ടാവും എന്നറിയോ, ഇതിന് ചൂടുണ്ടാവും, പെട്ടെന്ന് അത് ചൂടാവും. അപ്പോൾ നമ്മുടെ കൈക്കൊക്കെ അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇനി നോക്കൂ, നമ്മൾ ഉറുമ്പൊക്കെ കടിക്കുന്നുണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്കവിടെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. എന്തായിരിക്കും അതിന് കാരണം? അതായത് ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഒരു ഫോർമിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഇത് കടിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മളുടെ ശരീരത്തിലേക്ക് തട്ടും, ആ ആസിഡ് തട്ടും. അതുകൊണ്ടാണ് ആ ഭാഗം നല്ല ചൊറിച്ചിലൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇഫ് ആസിഡ് സ്പിൽ ദ സ്ട്രോങ് ആസിഡ്സ് ക്യാൻ അബ്സോർബ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ്. നല്ല ശക്തിയേറിയ ആസിഡുകൾ നമ്മൾ വെള്ളം തട്ടുന്ന സമയത്ത് വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ്. അതായത് ആ വസ്തു നല്ല ചൂടായിട്ട് മാറും. ദേ ക്യാൻ കോസ് ബേൺ ഇഫ് ദേ ഗെറ്റ് സ്പിൽഡ് ഓൺ ബോഡി. അതെന്താ, നമ്മുടെ ബോഡിയിൽ തട്ടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അവിടെ പൊള്ളലേൽക്കും. നമ്മുടെ ബോഡിയിൽ ഓൾറെഡി അവിടെ എന്തുണ്ടാവും, വെള്ളം ഉണ്ടാവില്ല, വെള്ളാംശം. അത് തൊട്ടുമ്പോഴാണ് അവിടെ എന്തായിട്ട് മാറുക, ആസിഡ് നമ്മുടെ മേലെ തട്ടുമ്പോൾ അവിടെ പൊള്ളലേൽക്കുന്നത്. ആസിഡ് വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗം നല്ല രീതിയിൽ തണുത്ത വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയാക്കുക. ഒഴിച്ചുകൊണ്ടേയിരിക്കുക, കുറച്ച് നേരം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. പോറിങ് കോൾഡ് വാട്ടർ ഓൺ ദ അഫക്റ്റഡ് ഏരിയ ഫോർ എ ലോങ് ടൈം ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഫോർ ദിസ്. ലബോറട്ടറികളിൽ ആസിഡ്സും ബേസും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, ഒരു ഡൈല്യൂട്ട് ചെയ്യും. സം ആസിഡ്സും ബേസസും ഡൈല്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോ. Take acids and bases to separate test tube. Observe the tabulate the color change that occur
വെൻ വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ആഡഡ് ടു ദം. ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മീഥൈൽ ഓറഞ്ച് നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ആ മീഥൈൽ ഓറഞ്ച് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? റെഡിഷ് പിങ്ക് ആയിട്ട് മാറും. അതേ മീഥൈൽ ഓറഞ്ച് സൾഫ്യൂരിക് ആസിഡായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ആസിഡ് ആണല്ലോ അല്ലേ, അപ്പോൾ എന്തായിട്ടാണ് മാറും? അത് റെഡിഷ് പിങ്ക് ആയിട്ട് മാറും. ഇത് സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഗോൾഡൻ യെല്ലോ ആവും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് കലർത്തുന്ന സമയത്ത് അത് ഗോൾഡൻ യെല്ലോ ആണ്. ഫിനോഫ്തലിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് മിക്സ് ചെയ്യുമ്പോൾ അതിന് കളർ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സൾഫ്യൂരിക് ആസിഡായിട്ട് മിക്സ് ചെയ്യുമ്പോഴും കളർ ചേഞ്ച് വരുന്നില്ല. സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് പിങ്ക് കളർ ആവുന്നുണ്ട്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് പിങ്ക് കളർ ആവുന്നുണ്ട്. അടുത്ത ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഹൈഡ്രോക്ലോറിക് ആസിഡ് മുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? അത് റെഡായിട്ട് മാറും അല്ലേ, അത് ആസിഡ് ആണല്ലോ. സൾഫ്യൂരിക് ആസിഡായിട്ട് മുക്കുന്ന സമയത്ത് അത് റെഡായിട്ട് മാറും. സോഡിയം ഹൈഡ്രോക്സൈഡ് ആകുമ്പോൾ ചേഞ്ചസ് വരുന്നില്ല. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആകുമ്പോഴും ചേഞ്ച് വരുന്നില്ല. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പർ റെഡ് കളർ എന്തായിട്ട് മാറും? ആസിഡിൽ മുക്കുമ്പോൾ ചേഞ്ചസ് വരില്ല, കളർ ചേഞ്ച് വരില്ല. അതുപോലെ സൾഫ്യൂരിക് ആസിഡിൽ മുക്കുമ്പോഴും കളർ ചേഞ്ച് വരുന്നില്ല. സോഡിയം ഹൈഡ്രോക്സൈഡിൽ മുക്കുന്ന സമയത്ത് റെഡ് പോയിട്ട് എന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ട് മാറും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ മുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമ്പോൾ റെഡ് പോയി ബ്ലൂ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ആസിഡ് ഇൻ ദ ബോഡി. ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റൊമക്ക് ടു ഫെസിലിറ്റേറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ്. നമ്മൾ ശരീരത്തിലത്തെ ഭക്ഷണം ദഹിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. Some person may have enhanced production of these acids in their body, resulting in condition called acidity. ചില ആൾക്കാർക്ക് നമ്മൾ പറയാറുണ്ടല്ലേ, വയറെന്തോ ആസിഡിക് പ്രോബ്ലം ആണെന്നൊക്കെ പറയാറുണ്ട്. കൂടുതലായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അബ്നോർമാലിറ്റി ആയിട്ടുള്ള പെയിൻ വരും അല്ലേ, നമുക്കൊരു അസ്വസ്ഥത ആയിരിക്കും അല്ലേ, ഹേർട്ട് ബേൺ, നമുക്ക് നെഞ്ചുവേദന വരാറുണ്ട്. നോസ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ ആർ ദ സിംറ്റംസ് ഓഫ് acidity. As a remedy for this condition, doctors prescribe medicine called antacids that can neutralize acid. ശരീരത്തിലെ ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ആൻറ്റാസിഡ്സ് എന്നുള്ള ഗുളിക നമ്മൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആസിഡിൻ്റെ പവർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ബേസ്, ആ ആസിഡിൽ നമ്മൾ ബേസ് കലർത്തുന്ന സമയത്ത് ആസിഡിൻ്റെ പവർ കുറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കാണ് ആസിഡ്സ് ആൻഡ് മെറ്റൽസ് എന്നുള്ളത്. So far you have identified two properties of acid. One more property can also be identified through experiment. നമ്മൾ ഏതൊക്കെയായിരുന്നു പഠിച്ചത്? കളർ ചേഞ്ചസ് വരുന്നതും. In the previous class you have carried out the experiment. അല്ലെ, നമ്മൾ മാഗ്നീഷ്യം റിബൺ എയറിൽ കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മാഗ്നീഷ്യം എന്ന് പറയുന്നത് എന്താ? അതൊരു മെറ്റലാണ്. Fill a quarter of test tube with a vinegar. Put 3 or 4 small strips of magnesium ribbon into it. ഒരു വിനിഗറിലേക്ക് നമ്മൾ മാഗ്നീഷ്യം റിബൺ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളതാണ്. ക്ലോസ് ദ മൗത്ത് ഓഫ് ദ ട്യൂബ് വിത്ത് യുവർ തമ്പ് ഫോർ എ വൈൽ. വാട്ട് ഡു യു ഫീൽ? നമ്മൾ തള്ളവിരൽ വെച്ച് അവിടെ അമർത്തുന്ന സമയത്ത് അവിടെ എന്താണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ പുഷ് ഈസ് ഫെൽറ്റ് ഫ്രം വിതിൻ ദ ടെസ്റ്റ് ട്യൂബ്. എന്തുകൊണ്ടെന്നാൽ, അതായത് ടെസ്റ്റ് ട്യൂബിൽ നിന്നും നമുക്ക് ഒരു തള്ളൽ അനുഭവപ്പെടുന്നുണ്ട്. ആ തള്ളൽ അനുഭവപ്പെടുന്നെങ്കിൽ അവിടെ എന്തോ ഒരെണ്ണം ഫോം ചെയ്തിട്ടുണ്ട്. ആ ഫോം ചെയ്തതാണ് പുറത്ത് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? തള്ളുന്നത്, പുഷ് ചെയ്യുന്നത്. നമ്മുടെ തമ്പിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് എ ഗ്യാസ് ദാറ്റ് ബബിൾസ് അപ്പ് ആൻഡ് പുഷസ് അറ്റ് യുവർ തമ്പ്. അവിടെ എന്തോരെണ്ണം ഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഏതൊരു ഗ്യാസും കാണാൻ പറ്റാത്ത ഒരു ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളുടെ വിരലിനെ തള്ളുന്നത്. അത് ഏത് ഗ്യാസാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് വീണ്ടും വേറൊരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. Tilt the test tube slightly. Remove your thumb after bringing a burn matchsticks to mouth of the test tube. What do you observe? Record it in your science diary. അതായത് നമ്മൾ തള്ളവിരൽ മാറ്റിക്കഴിഞ്ഞ ശേഷം ഒരു കത്തുന്ന മാച്ച് സ്റ്റിക്ക് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അതായത് നമ്മൾ തുറന്ന് വെച്ച ശേഷം നമ്മൾ തമ്പെടുക്കുക. അപ്പോൾ തമ്പെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പുഷ് ചെയ്ത് എന്തോരെണ്ണം പുറത്തേക്ക് വരും. ആ പുറത്ത് വരുന്നത് ഏത് ഗ്യാസാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനില്ല. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു മാച്ച് സ്റ്റിക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ദ ഗ്യാസ് ഈസ് ബേൺഡ് അപ്പ് വിത്ത് പോപ്പ് സൗണ്ട്. പപ്പ് എന്നൊരു സൗണ്ടോട് കൂടി ആ ഗ്യാസ് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ ഏത് ഗ്യാസാണ് ഫയറിൻ്റെ പ്രസൻസിൽ ഇങ്ങനെ പോപ്പ് സൗണ്ടോട് കൂടിയിട്ട് കത്തുന്നത് എന്ന് വെച്ചാൽ അത് ഹൈഡ്രജനാണ്. ഹിയർ എ ഗ്യാസ് വാസ് പ്രൊഡ്യൂസ്ഡ്. അല്ല, ഇവിടെ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വെൻ ദ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ. ആസിഡ് മെറ്റൽ നമ്മുടെ മെഗ്നീഷ്യം ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ഗ്യാസ് ഫോം ചെയ്തു. ആ ഗ്യാസാണ് ഫയറിൻ്റെ പ്രസൻസിൽ പോപ്പ് സൗണ്ടോട് കൂടി കത്തിയത് എങ്കിൽ ആ ഗ്യാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് ആ ഗ്യാസാണ് ഹൈഡ്രജൻ. ദ ഗ്യാസ് വിച്ച് ബേൺ വിത്ത് പോപ്പ് സൗണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഫയർ ഇസ് ഹൈഡ്രജൻ. നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. we get the same result if the experiment is repeated within other metals and acid. ഇനി നമ്മൾ ഈ ആസിഡും വേറെ മെറ്റൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഇതേപോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ, ഹൈഡ്രജൻ ഫോം ചെയ്യുമോ എന്നുള്ളൊരു എക്സ്പെരിമെൻറ്റും കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിലാണ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. കാരണം സിങ്ക് എന്ന് പറയുന്നത് സോഫ്റ്റ് മെറ്റലാണ്. അപ്പോൾ ഇത്രയും നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത്? വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ്, ഏതൊരു ആസിഡ് ആയിക്കോട്ടെ ഏതൊരു മെറ്റൽ ആയിക്കോട്ടെ, രണ്ടും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്. ഹൈഡ്രജൻ ഈസ് എ ഫ്ലെയിമബിൾ ഗ്യാസ്. എന്താ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് കത്തുന്ന ഒരു ഗ്യാസാണ്. പെട്ടെന്ന് തന്നെ അത് കത്തും. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇത്രയും നേരം പഠിച്ചത് വെച്ചിട്ട് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്, ആസിഡുകളുടെ പൊതു സ്വഭാവം എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എന്തൊക്കെയാണ് അതിൻ്റെ സ്വഭാവങ്ങൾ? എല്ലാ ആസിഡുകൾക്കും ഉണ്ടായിരിക്കുന്ന കുറച്ച് പൊതു സ്വഭാവങ്ങളുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ ആസിഡാണോ ബേസ് ആണോ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആർ ഹാസ് ഓർ ടേസ്റ്റ്. എന്താ? അത് പുളിരസമാണ്. ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. നീല ലിറ്റ്മസിന് എന്താക്കി മാറ്റും? റെഡ് ലിറ്റ്മസ് ആക്കി മാറ്റും. റിയാക്ട് വിത്ത് മെറ്റൽ ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ. ഈ ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. അതായതാണ് ഹൈഡ്രജൻ ഗ്യാസ്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽ. നമുക്കറിയാം മെറ്റലുമായിട്ട് ആസിഡ് എപ്പോഴും റിയാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ബേസ്ഡ് ഓൺ ദീസ് ക്യാൻ യു എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ ഫോളോയിങ് സിറ്റുവേഷൻ? മെറ്റൽ കണ്ടെയ്നർ ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്. നമ്മൾ അച്ചാറൊന്നും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ കണ്ടെയ്നർ യൂസ് ചെയ്യുന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? Pickles contain acids. These acids react with metal causes corrosion. This will lead to the health issue. ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ആ മെറ്റലിന് കൊറോഷൻ സംഭവിക്കുന്നു. കൊറോഷൻ സംഭവിക്കുമ്പോൾ അവിടെ എന്താ? അവിടെ ഗ്യാസ് ഫോം ചെയ്യും. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്താ? ഹെൽത്ത് ഇഷ്യൂ വരികയാണ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ആസിഡ് കണ്ടൻ്റ് ഉള്ളത് ഒരിക്കലും നമ്മൾ എവിടെ സൂക്ഷിച്ച് വെക്കില്ല? മെറ്റൽ പാത്രങ്ങളിൽ സൂക്ഷിച്ച് വെക്കില്ല. ഗ്ലാസ് പാത്രങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സൂക്ഷിച്ച് വെക്കുന്നത്. അടുത്ത് നോക്കുക. എർത്തേൺ വെസൽസ് ആർ കോമൺലി യൂസ്ഡ് ടു കുക്ക് ഡിഷസ് വിത്ത് കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. തൈര്, മോര് തുടങ്ങിയവ ഉപയോഗിച്ച് നമ്മൾ പാചകം ചെയ്യുന്നത് നമ്മൾ മൺപാത്രങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ ഓൾറെഡി പറഞ്ഞു കേർഡ്, ബട്ടർ മിൽക്കിലൊക്കെ എന്തുണ്ട്? ആസിഡ് ഉണ്ട്. അത് പുളിരസമുള്ളതാണ് അല്ലേ? അപ്പോൾ എന്താ? പുളിരസമുള്ളത് നമ്മൾ മെറ്റൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ കൊറോഷൻ സംഭവിക്കും, റിയാക്ഷൻ സംഭവിക്കും അല്ലേ? അത് നമ്മൾ വയ്ക്കുന്ന ആ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടെ എന്ത് ചെയ്യും? കലരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ വരിക? ഹെൽത്ത് പ്രോബ്ലം വരും. കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക് കണ്ടെയ്ൻ ലാക്റ്റിക് ആസിഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേർഡിലും ബട്ടർ മിൽക്കിലുള്ള ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡാണ്. ദിസ് ആസിഡ് റിയാക്ട് വിത്ത് മെറ്റാലിക് വെസൽ. ഇത് എപ്പോഴും ആസിഡ് എന്താ? മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. ദിസ് വിൽ ലീഡ് ടു ദ ഹെൽത്ത് പ്രോബ്ലം. അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്താ വരിക? ഹെൽത്ത് പ്രോബ്ലം വരും. കുറേ നേരം നമ്മൾ ആ മെറ്റാലിക് പാത്രത്തിൽ, സ്റ്റീലിലോ അലുമിനിയം പാത്രത്തിലോ നമ്മൾ വയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് റിയാക്ട് ചെയ്യും. അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് പ്രോബ്ലം വരും. സോ എർത്തൻ വെസൽസ് ആർ സ്യൂട്ടബിൾ ഫോർ കുക്കിംഗ് ഡിഷസ് വിത്ത് കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. അപ്പോൾ നമ്മൾ മോര്, തൈര് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യുന്നത് കൂടുതലും ഏത് ചൂസ് ചെയ്യണം? അത് മൺപാത്രങ്ങൾ ചൂസ് ചെയ്യണം. വി നോ ദാറ്റ് വിനിഗർ ഇസ് ആസിഡിക് ഇൻ നേച്ചർ. നമുക്കറിയാം വിനിഗർ എന്ന് പറയുന്നത് എന്താ? ആസിഡിക് നേച്ചറാണെന്ന് അറിയാം. നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? വാട്ട് ആർ ദ യൂസസ് ഓഫ് വിനിഗർ അറ്റ് ഹോം? വീട്ടിൽ നമ്മൾ വിനിഗർ എന്തിനാണ്? വിനാഗിരി നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുക? സാധാരണ നമ്മൾ എന്ത് ചെയ്യും? യൂസ് ഇൻ പിക്കിൾസ്. അച്ചാറിൽ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇത് എന്തൊക്കെയാണ്, ഏതിലൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് നോക്കാം.
For preservation of a food, for cooking, used to remove stains from dresses and carpets. നമ്മൾ ഡ്രസ്സിലും കാർപ്പറ്റിലൊക്കെ അഴുക്ക് വീണ് കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ടുള്ള അഴുക്കാണെങ്കിൽ നമ്മൾ വിനീഗർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റും. യു ഓൾറെഡി നോ ദ യൂസ് ഓഫ് ഫോമിക് ആസിഡ്. സം ആസിഡ്സ് ആൻഡ് ദർ യൂസ് ആർ ലിസ്റ്റഡ് ഇൻ ദ ടേബിൾ ബിലോ. കംപ്ലീറ്റ് ദ ലിസ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അസറ്റിക് ആസിഡിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? അസറ്റിക് ആസിഡ് നമ്മുടെ വിനീഗറിലുള്ളതാണ്. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് പ്രിസർവേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫോമിക് ആസിഡ് യൂസ് ടു തിക്കനിങ് ലാക്ടസ്. നമ്മൾ റബ്ബർ ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് റബ്ബർ പാല് കട്ടിയാകാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സിട്രിക് ആസിഡ് ടു മേക്ക് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സൾഫ്യൂരിക് ആസിഡ് ടു മോട്ടോർ വെഹിക്കിൾസ്, ബാറ്ററീസ് ആൻഡ് ഫോർ മാനുഫാക്ചറിങ് കെമിക്കൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കാനും അതുപോലെ വെഹിക്കിൾസ്, ബാറ്ററി ഉണ്ടാക്കാനും നമ്മൾ എന്ത് ഉപയോഗിക്കും? സൾഫ്യൂരിക് ആസിഡ്. നൈട്രിക് ആസിഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെയിൻറ്റ് ആൻഡ് ഡൈസ്. അടുത്ത ടാനിക് ആസിഡ് ടു മേക്ക് ലെതർ ആൻഡ് ഇങ്ക്, മഷിയും അതുപോലെ ലെതർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ടാനിക് ആസിഡ്. കാർബോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ടു മേക്ക് സോഡ വാട്ടർ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. നമ്മൾ കഴിക്കുന്ന സോഡ വാട്ടറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാർബോണിക് ആസിഡാണ്. അടുത്തത് ബേസസും അതിൻ്റെ യൂസസും. കാൽസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നത് ഗ്ലാസ് മാനുഫാക്ചറിങ് ആൻഡ് ടു റെഡ്യൂസ് ആസിഡിറ്റി ഓഫ് ദി സോയിൽ. ഗ്ലാസ് നിർമ്മാണത്തിനും അതുപോലെ മണ്ണിലുള്ള ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോപ്പ്, പേപ്പർ ആൻഡ് റയോൺ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. അലുമിനിയം ഹൈഡ്രോക്സൈഡും മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഇൻ മെഡിസിൻ. മരുന്നുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസുകളാണിത്. അനലൈസ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. വിച്ച് ഈസ് ദ ബേസ് യൂസ്ഡ് ടു മേക്ക് സോപ്പ്. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. വിച്ച് ആർ ദ ബേസ് യൂസ്ഡ് ഇൻ മെഡിസിൻ. മെഡിസിനിൽ യൂസ് ചെയ്യുന്നത് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ലെറ്റ്സ് മേക്ക് എ സോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സോപ്പ് ഉണ്ടാക്കാൻ ഏകദേശം ഒരു 20 എണ്ണത്തോളം സോപ്പ് ഉണ്ടാക്കാൻ വേണ്ട മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മക്കൾ അതൊന്ന് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ സോപ്പ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അത് നന്നായിട്ട് ഹീറ്റ് ചെയ്യും. ബേസ് ആസിഡൊക്കെ വെള്ളത്തിൽ തട്ടുമ്പോൾ അത് ഹീറ്റാവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇതിൻ്റെ ആദ്യ ഭാഗത്ത്. അപ്പോൾ അത് ഹീറ്റാവുമ്പോൾ നമ്മുടെ മേലെ തട്ടുമ്പോൾ അപകടം വരും. അതുകൊണ്ട് മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രം നിങ്ങൾ സോപ്പ് നിർമ്മാണത്തിൽ ഏർപ്പെടുക. അത് ടർമറിക് നാച്ചുറൽ ഇൻഡിക്കേറ്റർ. ടർമറിക് എന്ന് പറഞ്ഞാൽ മഞ്ഞൾ അല്ലേ. ഈ മഞ്ഞൾ നമ്മളൊരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നോക്കൂ, വി ഹാവ് ഐഡൻറ്റിഫൈഡ് ആസിഡ് ബൈ യൂസിങ് പേപ്പർ റബ്ഡ് വിത്ത് ഹിബിസ്കസ് ഫ്ലവർ അല്ലേ. ചെമ്പരത്തി പൂവ് നമ്മൾ നന്നായി റബ്ബ് ചെയ്ത പേപ്പർ നമ്മൾ ലിറ്റ്മസ് പേപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഏതെന്ന് പറയുന്നത് ടർമറിക് എന്നുള്ളത്. ആഡ് either soap solution or baking powder solution for the following substances. നമ്മൾ ഈ സോപ്പ് സൊല്യൂഷനിലും ബേക്കിംഗ് പൗഡർ സൊല്യൂഷനിലൊക്കെ നമ്മൾ ഈ തന്നിരിക്കുന്ന പേപ്പർ റബ്ബഡ് വിത്ത് ടെർമറിക് വാട്ടറും കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അവിടെ കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്ന തിങ്സാണ്, ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്ന തിങ്സ് നോക്കാം. ഇവിടെ കുറച്ച് ലിസ്റ്റ് തന്നിട്ട് നോക്കുക. റെഡ് സ്പിനാച്ച്, ബ്ലൂ കളർ ക്ലിറ്റോറി, അതായത് നമ്മൾ നീല ശംഖുപുഷ്പ, റെഡ് ക്യാബേജ്, ബീട്രൂട്ട്, നമുക്ക് ടെർമറിക്കും കൂടെ ആഡ് ചെയ്യാം. റെഡ് സ്പിനച്ച്, ചുവന്ന ചീര, അതിൻ്റെ നാച്ചുറൽ കളർ റെഡാണ്. അത് ആസിഡിൽ തന്നെയായിരിക്കും കളർ ചേഞ്ചസ് വരില്ല, റെഡ് കളർ തന്നെയായിരിക്കും. അതുപോലെ ബേസിൽ ഗ്രീൻ കളറായിട്ട് മാറും. സിറ്റോറി, അതായത് ശംഖുപുഷ്പം, നാച്ചുറൽ കളർ ബ്ലൂ ആണ്. അത് ആസിഡിൽ റെഡ് കളറായിരിക്കും, ബേസിൽ ബ്ലൂ കളറായിരിക്കും. റെഡ് ക്യാബേജ് പിങ്ക് കളറാണ്, അതിന് ആസിഡിൽ പിങ്ക് തന്നെ ആയിരിക്കും, അത് ബേസിൽ ഗ്രീൻ കളർ. ബീട്രൂട്ട് റെഡാണ്, ആസിഡിൽ റെഡ്, ബേസിൽ അതിൻ്റെ കളർ യെല്ലോ. ടെർമറിക് യെല്ലോ ആണ് നാച്ചുറൽ കളർ ഇൻ ആസിഡ് യെല്ലോ ആണ്, കളർ ബേസിൽ അത് എന്തായിട്ട് മാറും? റെഡായിട്ട് മാറും. നമുക്കിനി ലെറ്റസ് അസസ് നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്? ടെർമറിക്, പതിമുഖം, റെഡ് ലിറ്റ്മസ് പേപ്പർ, ഫിനോപ്തലിൻ. ഇതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പതിമുഖമാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ആസിഡ് ഈസ് യൂസ്ഡ് ടു ഓട്ടോമൊബൈൽ ബാറ്ററി? അത് ഏതാണ് യൂസ് ചെയ്യുന്നത്? സൾഫ്യൂരിക് ആസിഡാണ്.
Among the liquids in the three beaker placed on the table, the first one is water, the second is acid, and the third is base. Is it right to identify them by touching, tasting, or smelling? ഇത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ടച്ച് ചെയ്തിട്ടോ സ്മെല്ല് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത വൈന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. നോക്കാം. It is not safe or right to touch, taste or smell to identify the acids and bases. It is dangerous and damage our body part. Use suitable indicators for identify the acids and bases. എന്താ നമ്മൾ എന്ത് ചെയ്യണത്? ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആസിഡും ബേസും യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത്. In the laboratory, metallic caps are not used for glass bottles containing acids. Explain the reason. എന്താ ചോദിച്ചിരിക്കുന്നത്? ലബോറട്ടറികളിൽ മെറ്റാലിക് ക്യാപ്പുകൾ, അടപ്പ് നമ്മൾ എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യില്ല. ആസിഡ് ഉള്ള ബോട്ടിലിൽ മെറ്റാലിക് ക്യാപ്പ് യൂസ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഈസ് ഫ്ലെയിമബിൾ ഗ്യാസ് അല്ലേ. എന്നാൽ പെട്ടെന്ന് കത്താൻ സാധ്യതയുള്ള ഗ്യാസായ ഹൈഡ്രജൻ ഫോം ചെയ്യും. എന്ത്? ആസിഡും മെറ്റലും കൂടെ ചേരുന്ന സമയത്ത്. Examine the statement given below. Classify on the basis of properties of acid and base. ആസിഡും ബേസും ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാസ് സോ ടേസ്റ്റ്. പുളിരസമുള്ളത് ഏത്? ആസിഡാണ്. ടേൺ ടു പിങ്ക് വെൻ ഫിനോഫ്തലിൻ ഈസ് ആഡ്. ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ പിങ്ക് കളർ ആവുന്നത് ഏതാണ്? ബേസാണ്. സ്ലിപ്പറി ബേസ്. ടു പിങ്ക് വെൻ മീഥൈൽ ഓറഞ്ച് ഈസ് ആഡഡ്. പിങ്ക് മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ പിങ്ക് കളർ ആവുന്നത് ആസിഡാണ്. ടേൺ ടു കളർ ഓഫ് പതിമുഖം വാട്ടർ ഇൻ ടു യെല്ലോ. അതേതാ? ആസിഡാണ്. റെഡ് ലിറ്റ്മസ് ടേൺ ബ്ലൂ. അതേതാ? ബേസ്. റിയാക്ട് വിത്ത് മെറ്റൽ ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ, ആസിഡ്. ഹാസ് ആൽക്കലൈൻ ടേസ്റ്റ് ഉള്ളത് ഏതാണ്? ബേസാണ്. യു ഹാവ് ലേൺ അബൌട്ട് വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ടു ഐഡൻറ്റിഫൈ ആസിഡ് ആൻഡ് ബേസസ്. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ഒരു താഴത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആസിഡിൻ്റെയും ബേസിൻ്റെയും ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ 2 തരത്തിൽ പഠിച്ചില്ല. നാച്ചുറൽ ആയിട്ടുള്ളതുകൊണ്ട് ലാബിൽ യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പം ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആസിഡ് നാച്ചുറലായിട്ട് നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? പേപ്പർ, റബ്ബർ വിത്ത് ഹിബിസ്കസും പിന്നെ പതിമുഖം വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ലാബിൽ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? മീഥൈൽ ഓറഞ്ച്, ബ്ലൂ, ലിറ്റ്മസ്. ഇൻഡിക്കേറ്റർ ബേസിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ളത് ടെർമറിക്, റെഡ് ക്യാബേജ്, ബീറ്റ്റൂട്ട്. അതുപോലെ ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് ചെയ്താ റെഡ് ലിറ്റ്മസും മീഥൈൽ ഓറഞ്ച്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്